ഇപ്പോൾ അണ്ണനാണ് യവൻ രാഹുൽ മാങ്കുട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല, അണ്ണൻ പാവമാണ് ഒന്നും ചെയ്യലും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോടതി നീ പുറത്തുനിന്ന് വരുന്നെങ്കിൽ വന്നോട്ടെ. ബലാത്സംഗ കേസ് ഇതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, ബലാത്സംഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി മൊഴി പ്ലസ് തെളിവ് പരിശോധിച്ച് കോടതി പറഞ്ഞത് ഇരയെ വിളിച്ചു വരുത്തി ഹോട്ടലിൽ മുറിയെടുപ്പിച്ച് ഉഭയസമ്മത പ്രകാരമല്ലാതെ ബലാത്സംഗം നടത്തി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് നിയമവിരുദ്ധം, ചട്ടം ലംഘിച്ചു, പരാതിക്കാരി വിദേശത്താണ്, നേരിട്ടെത്തി ഒപ്പിടണം. ഇതാണ് അണ്ണനും പറഞ്ഞ പോയിന്റ് എന്ന് എനിക്കറിയാം. അതായത് പരാതിക്കാരി വിദേശത്താണ്, നേരിട്ട് വന്ന് ഒപ്പിടണം. അങ്ങനെ പരാതിക്കാരി നേരിട്ട് ഒപ്പിടാതെ സെറ്റപ്പ് ഒന്നും നടക്കില്ലെന്ന് അണ്ണൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിനെ കോടതി എടുത്ത് ഉടുക്കും എന്നാണ് അണ്ണൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ BNS ആണെന്ന് പഴയ നിയമമൊക്കെ പോയി. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമമൊക്കെ കൊണ്ടുവന്ന് അറിഞ്ഞല്ലോ. ഇപ്പോൾ വിദേശത്ത് ഇരുന്ന് എന്ത് തലവഴിത്തരം കാണിച്ചാൽ ഇന്ത്യക്കാരനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് തൂക്കാം, അല്ലെങ്കിൽ അവിടെ പോയി തൂക്കാം. ഒരു നിയമപരമായിട്ടുള്ള ഒരു നൂലാമാലകളും അതിനകത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. നേരിട്ട് അതിജീവിതം എന്ത് ചെയ്തു? കോടതിക്ക് ഇമെയിൽ അയച്ചു. കോടതി എന്ത് ചെയ്തു? അതിന് മറുപടിയും കൊടുത്തു. എന്താണ്? ഈ ഡിജിറ്റൽ ഒപ്പാണ് അതിജീവിത ഇപ്പം ഇട്ടുകൊടുത്തിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാലും വീഡിയോ കോൺഫറൻസ് വഴി സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ആ വീഡിയോ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി അയച്ചു കൊടുത്ത് എന്ത് ചെയ്തു? ഡിജിറ്റൽ ഒപ്പിട്ട് ഇങ്ങോട്ടേക്ക് മേടിച്ചു എന്നുള്ളത് മാത്രമല്ല, കോടതിയിൽ മെയിൽ അയച്ച് അതിജീവിത പറയുകയും ചെയ്തു. എന്താണ്? ഞാൻ വേണമെങ്കിൽ വരാം എന്ന് അതിജീവിത പറയുകയും ചെയ്തു. പോരാത്തതിന്